ഈ അഭിനയത്തിൽ നിന്ന് മാറി നിന്ന കാലഘട്ടത്തിൽ ഇതിലേക്കുള്ളൊരു ചിന്താഗതിയുമായി ആ മാറി നിന്ന കാലഘട്ടം നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു നടിയാണ്, നമ്മൾ നല്ല നല്ല വേഷങ്ങൾ ചെയ്തു, ഞാൻ അഭിനയിക്കുകയായിരുന്നു, അല്ലേ, ഞാൻ നടിയെന്നതിൽ അഭിനയിക്കുകയായിരുന്നു. ആ മാറി നിൽക്കുന്ന കാലഘട്ടത്തിൽ പിന്നീടൊരു ഇതിനൊന്നും മാറി നിന്നിട്ടുണ്ട്, പിന്നീട് തിരിച്ചു വന്നു. അവിടെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നീടുള്ള വരവിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തടസ്സങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ സിനിമാ നടി ആക്കിയിരിക്കുകയാണ് ഈ എൻറ്റയർ സ്കീം ഓഫ് തിങ്സ്. ഈ പ്രകൃതി തന്നെ അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ജയരാജ് സാറിൻ്റെ സ്നേഹത്തിലേക്ക് ഞാൻ വരുന്നത് ക്ലാസ് റൂമിലിരുന്ന കുട്ടിയെ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് ഒരു ഓഡിഷൻ സ്കൂളിൽ നടത്തിയിട്ട് ആ സിനിമയിൽ പോയി അഭിനയിക്കുന്ന വിടുകയാണ്. ആഗ്രഹിച്ചു വന്നതല്ല, എന്നെ പറഞ്ഞു വിട്ടതാ സിനിമയിലോട്ട്. ഇന്നേ വരെ ഞാൻ ഒരു ഡയറക്ടറുടെ അടുത്തും ഒരു റോളും ചോദിച്ചിട്ടില്ല. 26 വർഷമായിട്ട് എനിക്ക് ചില വർഷങ്ങൾ 12-14 സിനിമകൾ ചെയ്ത വർഷങ്ങളുണ്ട്. ഇത് സംഭവിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് ആരോടും ചോദിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ, ഞാൻ പറയുന്ന, ജീവിതം സംഭവിക്കുകയാണ്. അങ്ങോട്ട് ചോദിച്ചിട്ടില്ല ആരോടും, ഒരു റോൾ ആവശ്യപ്പെട്ട് പോയിട്ടില്ല. ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ ദൈവത്തെ തേടി നടന്നിട്ടുണ്ടോ? അദ്ദേഹം വളരെയധികം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതിന് മെഡിറ്റേഷൻസ് പോയി പഠിക്കുകയും 4 വർഷം അടുപ്പിച്ച് ഒരു പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കണ്ടെത്തിയോ? അദ്ദേഹം കണ്ടെത്തി എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഒരു കംപ്ലീഷൻ എത്തിയത് ഞാൻ വഴിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ എന്നെ കണ്ടപ്പോൾ തന്നെ ഇതാണ് ആളെന്ന് മനസ്സിലായത്. ഓൾറെഡി ഇത് അറിയാവുന്ന ആളായിരുന്നു, പക്ഷെ ചിലവർക്ക് ആ ഒരു അല്ലേ ശരിയല്ലേ എന്ന് പറയാൻ, അതെ കറക്റ്റാണ് എന്ന് പറയാനുള്ള ഒരാൾ, വിശ്വസിക്കാവുന്ന ഒരാൾ വേണം. അപ്പോൾ ആ ആളാണ് ഞാൻ ചിന്തിച്ചോളൂ. ഞാൻ എൻ്റെ മൈൻഡിൽ ഞാൻ അതിൽ നിന്ന് പോലും വിട്ടുപോകാൻ കുറേ ചോദ്യങ്ങൾ വരുന്നില്ലേ ഇപ്പോൾ? അത്ര എൻ്റെ ഉദ്ദേശമുള്ളൂ. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ ഉത്തരങ്ങൾ, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ ഈ വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും വിശ്വാസമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമുക്കൊരാളെ വിശ്വസിക്കാതെ ഒരു കാര്യത്തിലോട്ട് കയറാൻ പറ്റില്ല. നമുക്കൊരു സ്ഥലത്തു നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് എന്നെ കൊല്ലില്ല എന്നുള്ള വിശ്വാസം ഇല്ലാതെ നമുക്കത് കഴിക്കാൻ പറ്റില്ല. എല്ലാം ബിലീഫ് ബേസ്ഡ് ആണ് നമ്മുടെ ഈ ലോകത്തുള്ള ജീവിതം. നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് അനുയോജ്യമാണോ, നമുക്ക് വളർച്ച ഉണ്ടാക്കുന്ന വിശ്വാസങ്ങളാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ. അതിന് മാത്രമേ പ്രസക്തിയുള്ളൂ. എന്ത് വേണമെങ്കിലും വിശ്വസിച്ചോളൂ. നിങ്ങളുടെ വിശ്വാസം കാരണം നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുണമുണ്ടോ? അത് നല്ലൊരു വിശ്വാസമാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ തന്നെ തകർക്കുന്നതാണെങ്കിൽ ആ വിശ്വാസം മാറ്റണം. നിങ്ങളുടെ വിശ്വാസം കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ട്, അല്ലേ? ഇപ്പോൾ ചിലവർക്ക് എന്തോ ഒരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇനി കണ്ടവരെ എല്ലാവരും അത് അടിച്ചേൽപ്പിക്കണം, അവരത് കേട്ടില്ലെങ്കിൽ അവരെ പിടിച്ച് തല്ലണം എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രശ്നമായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. വിശ്വാസങ്ങൾ, എല്ലാത്തിനും വിശ്വാസങ്ങൾ വേണം. വിശ്വാസം അതല്ലേ എല്ലാം എന്നാണല്ലോ. അപ്പോൾ ആ വിശ്വാസത്തിന് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നുണ്ടോ? എല്ലാവർക്കും ഗുണമുള്ള എന്തെങ്കിലും വിശ്വാസങ്ങളാണെങ്കിൽ അത് മതി. അല്ലാതെ ഇതിലൊരു തെറ്റും ശരിയും, ഇതാണ് ഏറ്റവും വലിയ സത്യം, ഇതാണ് ശരി, മറ്റേതൊക്കെ തെറ്റാണ് എന്ന് പറയുന്ന ഒരാൾക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ പറയണം ഞാൻ പറയുന്നതേ ശരിയുള്ളൂ, ബാക്കി എല്ലാവരും പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ അയാളൊരു വളരെ ബാലിശമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ്. അവരെ വിട്ടേക്കുക. നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട. അവർ കൊച്ചു കുട്ടികളാണ്, വളരട്ടെ. സംസാരിക്കാൻ പോയിട്ട് പോലും കാര്യമില്ല, സംസാരിക്കാനേ പോകരുത്. ബിക്കോസ് നമ്മുടെ എനർജി മാത്രമേ, അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കും. അവരെ ബുദ്ധിമുട്ടിച്ചാൽ അവർക്ക് ദേഷ്യം വരും, അവർ നമ്മളെ ആക്രമിക്കാൻ വരും. വെറുതെ വിടുക, നന്ദി നമസ്കാരം പറഞ്ഞ് വിടുക, അത്രേ പറ്റുള്ളൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.